ഹലോ, ഗുഡ് ഈവനിങ്. ഫോക്കസ് മോട്ടോഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫോക്കസ് മോട്ടോഴ്സിന്റെ ഇന്നത്തെ വീഡിയോ സെയിൽസ് സെഗ്മെന്റ് അല്ല, എന്നാൽ നമുക്ക് കുറച്ച് വാഹനങ്ങൾ ആവശ്യമുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് വാഹനത്തിന്റെ വില ചോദിക്കുന്നതും വില ഓക്കെ ആവാണ്ട് പോകുന്നതും, അതുപോലെ തന്നെ വേറെ കുറേ ഡീലർഷിപ്പിൽ പോയിട്ട് വാഹനത്തിന്റെ വില ചോദിക്കുന്നതും, ഓൺലൈൻ ആപ്ലിക്കേഷൻ ത്രൂ ഒക്കെ വാഹനങ്ങൾ സെയിൽ ചെയ്യാൻ നോക്കുന്നുണ്ട്. എന്നാൽ അതിലുപരി ഫോക്കസ് മോട്ടോഴ്സിൽ നിന്ന് ഒരുപാട് വാഹനങ്ങളുടെ എൻക്വയറി വന്നിട്ടുണ്ട്. ആ ഒരു എൻക്വയറിയും ഡീറ്റെയിൽസും ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഫോക്കസ് മോട്ടോഴ്സിൽ ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്ന സെഗ്മെന്റ് ആണ് ടൊയോട്ടയിൽ ഇന്നോവ. ഇന്നോവയിൽ നമുക്ക് ജി മുതൽ വി ഓപ്ഷൻ, അതായത് ടോപ്പ് എൻഡ് ആയിട്ടുള്ള വി ഓപ്ഷൻ, അതുപോലെ തന്നെ സെഡ് ഓപ്ഷൻ ഒക്കെ ഇഷ്ടംപോലെ എൻക്വയറീസ് ഉണ്ട്. പ്രത്യേകിച്ച് സെഡ്, ഇന്നോവ സെഡിൽ, അതായത് ഈ ഒരു ടൈപ്പിൽ ക്രിസ്റ്റ വരുന്നതിന്റെ കുറച്ച് മുന്നേ ആണ് നമുക്ക് ലാസ്റ്റ് സെഡ് ഇറങ്ങിയിട്ടുള്ളത്. 2015-16 സെഡ് ഇന്നോവയിൽ ഇറങ്ങിയിട്ടുള്ളത്. ഇന്നോവയുടെ സെഡിനും നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത എൻക്വയറീസ് ഉണ്ട്. നിങ്ങളുടെ ഇന്നോവ സെഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഫോക്കസ് മോട്ടോഴ്സിനെ കോൺടാക്ട് ചെയ്യാം. നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു വിലയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അത് പർച്ചേസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ടൊയോട്ടയിലെ മറ്റൊരു സെഗ്മെന്റ് ആയിട്ടുള്ള ഫോർച്യൂണർ 2011 മുതൽ തന്നെ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് എൻക്വയറി ജനറേറ്റ് ചെയ്തിരിക്കുന്ന വെഹിക്കിളാണ്. റീ രജിസ്ട്രേഷൻ ആയിക്കോട്ടെ, ഒറിജിനൽ കെയറിലായിക്കോട്ടെ, ഒരുപാട് എൻക്വയറീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് ഫോർച്യൂണർ 4x4, അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് 4x4, മാനുവൽ 4x4 എല്ലാം ഉണ്ട് എന്നുണ്ടെങ്കിൽ, നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എന്ത് ചെയ്തോളൂ, ഫോക്കസ് മോട്ടോഴ്സിനെ കോൺടാക്ട് ചെയ്തോളൂ. നല്ല വിലയിൽ തന്നെ നമ്മളത് പർച്ചേസ് ചെയ്യാൻ ഓക്കെയാണ്. അത് വാങ്ങാനായിക്കോട്ടെ, ഇഷ്ടംപോലെ ആളുകൾ പെൻഡിങ് ആണ്. ബുക്കിംഗ് നമുക്ക് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഹോട്ട് കസ്റ്റമർ ഇഷ്ടംപോലെ കോളുകളുണ്ട്. നല്ല വെഹിക്കിൾ ആണെന്നുണ്ടെങ്കിൽ ഫോക്കസ് മോട്ടോഴ്സ് എന്ത് ചെയ്തോളാം, അത് പർച്ചേസ് ചെയ്തോളാം. ഫോക്കസ് മോട്ടോഴ്സിന്റെ പർച്ചേസ് സെഗ്മെന്റ് ഹാൻഡിൽ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ നമുക്ക് ടൊയോട്ടയില് ഇന്നോവ ക്രിസ്റ്റയ്ക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എൻക്വയറി ഉണ്ട്. ഷിഫ്റ്റിന് നല്ല എൻക്വയറി ഉണ്ട്. നമുക്ക് 2019 ശേഷമുള്ള ന്യൂ മോഡൽ ഷിഫ്റ്റിന് നല്ല എൻക്വയറി ഉണ്ട്. അതുപോലെ തന്നെ സ്വിഫ്റ്റ് റെഡ് ആയി കഴിഞ്ഞാൽ കൂടുതൽ മാർക്കറ്റ് ഉണ്ട്. നമുക്ക് എൻക്വയറി വരുന്നതൊക്കെ ഏറ്റവും കൂടുതൽ സ്വിഫ്റ്റ് റെഡിന് വേണ്ടിയിട്ടാണ്. ഇത്രയും പറഞ്ഞ വെഹിക്കിൾസ് നിങ്ങളടുത്ത് അവൈലബിൾ ആണോ? വിൽക്കാൻ ഞങ്ങൾ റെഡിയാണ്. നല്ല വിലയിൽ തന്നെ പർച്ചേസ് ചെയ്യാൻ ഫോക്കസ് മോട്ടോഴ്സ് റെഡിയാണ്. നമുക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. വെഹിക്കിളിന് മേജറായിട്ട് ആക്സിഡന്റ് ഹിസ്റ്ററി ഉണ്ടാവാൻ പാടില്ല. ഫ്ലഡ് ആയിട്ടുള്ള വെഹിക്കിൾസ് നമ്മൾ പർച്ചേസ് ചെയ്യില്ല. അതുപോലെ തന്നെ ലോ കിലോമീറ്റർ വെഹിക്കിൾ ആണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ല സെഗ്മെന്റിൽ നമുക്ക് സെയിൽ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ നെക്സ്റ്റ് 3rd ഓണർഷിപ്പിന്റെ മുകളിലുള്ള വെഹിക്കിൾസ് ഫോക്കസ് മോട്ടോഴ്സ് പർച്ചേസ് ചെയ്യുന്നില്ല. ഇത്രയും സെഗ്മെന്റുള്ള വെഹിക്കിൾ ആണോ നല്ല വിലയിൽ പർച്ചേസ് ചെയ്യാൻ ഫോക്കസ് മോട്ടോഴ്സ് റെഡിയാണ്. ഫോക്കസ് മോട്ടോഴ്സിന്റെ ഗിവ് അവേനെ കുറിച്ച് നിങ്ങൾ ആരും മറന്നിട്ടില്ലല്ലോ. ഫോക്കസ് മോട്ടോഴ്സിന്റെ ഗിവ് അവേ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഫോക്കസ് മോട്ടോഴ്സിന്റെ പേജ് ഫോളോ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫോളോ ചെയ്ത് നമ്മളെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യൂ. അതുപോലെ തന്നെ നമ്മുടെ ഹിസ്റ്ററി, ഫോക്കസ് മോട്ടോഴ്സിന്റെ ഹിസ്റ്ററി സെഗ്മെന്റ് നിങ്ങൾ എല്ലാവരും യൂട്ടിലൈസ് ചെയ്യണം. ഒരു വെഹിക്കിൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആശങ്ക കൂടാതെ തന്നെ ഫോക്കസ് മോട്ടോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഇവിടെ നിന്നല്ല, പുറത്തുനിന്ന് എവിടുന്ന് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എല്ലാ വെഹിക്കിൾസിന്റെ ഹിസ്റ്ററി നമ്മൾ എടുത്തു കൊടുക്കുന്നുണ്ട്. ധൈര്യമായിട്ട് ആ ഒരു ചാൻസ് യൂട്ടിലൈസ് ചെയ്തോളൂ.